ആസൂത്രിതമായി അറേബ്യൻ സംസ്കാരം കേരളത്തിൽ വിശിഷ്യ കോഴിക്കോടിൽ അടിച്ചേൽപ്പിക്കുന്നതായി കാണപ്പെടുന്നു. ഏയ്, അങ്ങനെയില്ലല്ലോ. എനിക്ക് തോന്നിയിട്ടില്ല അടിച്ചേൽപ്പിക്കുന്നതായിട്ട്. എനിക്ക് അജാതി അടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഈ കോഴിക്കോട് തന്നെ ജീവിക്കുന്ന ആളാണ്. അറേബ്യൻ സംസ്കാരത്തിൽ എത്രയോ മഹിമകളുണ്ട്, എത്രയോ നന്മകളുണ്ട്. എന്തൊരു നല്ല വ്യവഹാരമാണെന്നറിയോ അവിടുത്തെ തദ്ദേശീയർക്ക്. എല്ലാവരെയും പറയുന്നില്ല, എല്ലാ നാട്ടിലും കെട്ട വസ്തുക്കളുണ്ടാവും, എല്ലാ നാട്ടിലും നല്ല ആൾക്കാരും ഉണ്ടാവും. പക്ഷെ പൊതുവെ ഭൂരിപക്ഷം ജനങ്ങളും വളരെ ശാന്തശീലരും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നവരും ഒക്കെയാണ് നമ്മൾ അനുഭവിച്ചിടത്തോളം. അത്രയല്ലേ പറയാൻ പറ്റൂ. അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടുന്ന് പോയ ആൾക്കാർ. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ പ്രദേശങ്ങളിൽ നിന്ന് പോയി അവിടെ ജോലിക്കും മറ്റും താമസിക്കുന്നവരാണ് അവിടെ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത്. തദ്ദേശീയർ വളരെ ശാന്തശീലരായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. മര്യാദയിൽ സ്നേഹപൂർവ്വം പെരുമാറുക. അതുകൊണ്ട് ഈ അറേബ്യൻ സംസ്കാരം എന്നൊക്കെ പറയണതിനോട് ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്നത് ശരിയല്ല. ഇതാദ്യം ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ വികലമായിട്ട് ഇങ്ങനെ പലതിനെയും അന്ധമായി കുറ്റപ്പെടുത്തുകയും അന്ധമായി ആരാധിക്കുകയും ചെയ്യാറുണ്ട്. രണ്ടും ശരിയല്ല. പിന്നെ അടിച്ച് ആർക്കും സംസ്കാരം ഏൽപ്പിക്കാനും പറ്റില്ല. സ്വാധീനം ചെയ്യാൻ പറ്റും, സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിനെ നമ്മൾ എതിർക്കുകയല്ലല്ലോ വേണ്ടത്. എതിർക്കുകയല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? അതിനേക്കാൾ പ്രഭാവമുണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കണേ ചെയ്തോളൂ. അതൊട്ട് ചെയ്യുകയില്ല, ഈ ചെയ്യുന്നതിനെ കുറ്റം പറയുകയും ചെയ്യും. പറഞ്ഞതിൻ്റെ അർത്ഥം എത്ര പേർ ഉൾക്കൊണ്ടു എന്നറിയില്ല. ഇപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് സ്വാമിക്ക് അറിയാഞ്ഞിട്ടാണ് ഭക്ഷണ രീതികൾ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഒരടിച്ചേൽപ്പിക്കുന്നുമില്ല. ഭക്ഷണത്തിൻ്റെ സാധ്യതകൾ കൂട്ടുന്നുണ്ട്. ശരിയാണ്, അറേബ്യൻ ഭക്ഷണ സാധനങ്ങളുടെ സാധ്യതകൾ, ലബ്ധി കോഴിക്കോട് കൂടുന്നുണ്ട്. കാരണം എവിടെ നോക്കിയാലും കുഴിമന്തി, എന്താണ് ഒരു സാധനമുണ്ട്, അതിൻ്റെ പേര് തന്നെ പറയാൻ അറിയില്ല, അറിയാഞ്ഞിട്ടാട്ടുക. പിന്നെ ഷവർമ്മ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ധാരാളമുണ്ട്. അത് വേണ്ടവരല്ലേ അവിടെ പോയി കഴിക്കണുള്ളൂ. നിങ്ങൾ ആരെങ്കിലും പിടിച്ചു വലിച്ചു കൊണ്ടുപോയോ? അല്ല സ്വാമി, ഇതിങ്ങനെ കാണുമ്പോൾ പോവുകയാണേ, അതിനോട് ആഭിമുഖ്യമുള്ളതുകൊണ്ടല്ലേ. ഞാൻ അധിക ദിവസവും ഈ കോഴിക്കോട് കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. ദിവസവും 1-2 പ്രാവശ്യം ഈ കോഴിക്കോട് ജില്ലയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. എങ്ങോട്ട് പോകാൻ വെച്ചാലും ജില്ലയിൽ കൂടെ ആണല്ലോ. അപ്പോൾ ഈ ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. ഇതിനേക്കാൾ അധികമാണ് മലപ്പുറം ജില്ലയിൽ കൂടെ സഞ്ചരിക്കുമ്പം കാണുക. എനിക്കിതുവരെ തോന്നിയിട്ടില്ല അത് കഴിക്കണമെന്ന്. അത് ചേട്ടാ മോശമെന്ന് പറയുന്നില്ല, മോശമെന്ന് പറയരുത്, തെറ്റാണ് അങ്ങനെ പറഞ്ഞാൽ. അതുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഒരാൾ പോയി മദ്യപിക്കാൻ പോവുക. അപ്പോൾ വേറൊരാൾ കൂട്ടുകാരനെ കണ്ടു, എടേ വാ നീയും പോരണോ? ഓ ഞാനും വരാം എന്ന് പറഞ്ഞാൽ അവൻ പോയി, അവരും മദ്യപിച്ചു. എന്നെ കൂട്ടുകാരൻ കൊണ്ട് കുടിപ്പിച്ചു എന്ന് പറയാൻ പാടുണ്ടോ? ഏയ്, എവൻ ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ അവൻ പോയി കുടിച്ചത്, അല്ലാണ്ട് കൂട്ടുകാരനാ കുടിപ്പിച്ചേ. എന്തിനാ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നേ? അതുകൊണ്ട് ഒരടിച്ചേൽപ്പിക്കലുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? സ്വാമി നല്ല പരിപ്പും സാമ്പാറും നെയ്യും വെച്ചിട്ടുള്ള തുടങ്ങും ഷോപ്പ്. അപ്പുറത്തൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് 2 ഷോപ്പ് തുടങ്ങും. എന്താ സാധിക്കാത്ത? അതൊട്ട് ചെയ്യേയില്ല, എന്നിട്ട് വേറൊരാൾ ചെയ്യണതിനെ കുശുമ്പ് പറയുകയും ചെയ്യാം. എന്തിനത്? അവനും പൈസ ഇറക്കണവനാണ്. ഏത് സാധനം ഞാൻ മാർക്കറ്റ് ചെയ്യണം, എൻ്റെ ലക്ഷ്യം എന്താണ്, എനിക്കൊരു സമൂഹത്തെ ഈ ഒരു ദിശയിലേക്ക് നയിക്കണം എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് ഒരാൾ സ്ഥാപിക്കുന്നത്. അപ്പം അതിനെ കുറ്റപ്പെടുത്താതെ പൈസ മുതലിറക്കി ഇപ്പുറത്ത് വേറെ സ്ഥാപിക്കൂ, നല്ല നിലവാരത്തിൽ സ്ഥാപിക്കൂ, വൃത്തിയിലും വെടിപ്പിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ വിജയിക്കും, ഉറപ്പ്, യാതൊരു സംശയവുമില്ല.
ഈ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും നാട്ടിലെ ഭക്ഷണം നല്ലത് ചീത്ത എന്ന് വേർതിരിക്കരുത്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ഇവിടെ അനാരോഗ്യകരമായിരിക്കും, എന്നാൽ ഇവിടെ അല്പം തലമുറകൾ കഴിയുമ്പോഴത്തേക്കോ അത് ആരോഗ്യകരമാകും. നമ്മുടെ ദേഹം അതുമായിട്ട് തുലനപ്പെടും. ശാസ്ത്രത്തിനനുസരിച്ച് വിരുദ്ധാഹാരം ഒരു സമൂഹം ദീർഘകാലം കഴിച്ചാൽ അത് അയാളെ സംബന്ധിച്ച് വിരുദ്ധാഹാരം അല്ലാതാവും. ഇപ്പോൾ ചെറിയ ഉദാഹരണം പറയാം, ആർക്കും വിരോധം തോന്നരുതേ. വിരോധം തോന്നി അവിടെ വെച്ചേക്കുക. പുട്ടും കടലയും വിരുദ്ധാഹാരമാണ്, കഴിക്കാൻ പാടില്ല. പുട്ടും കടലയും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. അല്ലെങ്കിൽ മത്സ്യവും മോരും വിരുദ്ധാഹാരമാണ്. മത്സ്യവും മോരും കഴിക്കാൻ പാടില്ല. മത്സ്യം കഴിക്കാൻ പാടില്ല എന്ന് ചിദാനന്ദ സ്വാമി പറഞ്ഞിട്ടില്ല, മോര് കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മത്സ്യവും മോരും കഴിക്കാൻ പാടില്ല. എന്നാൽ മലയാളിയെ സംബന്ധിച്ച് മത്സ്യവും മോരും കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. കാരണം മത്സ്യം കഴിക്കുന്ന ആൾക്കാർ തലമുറകളായി മത്സ്യവും മോരും ശീലിച്ചു. മലയാളിയെ സംബന്ധിച്ച് പുട്ടും കടലയും കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. അവന് പുട്ടും കടലയും ഇല്ലെങ്കിലാ കുഴപ്പം. ഇവിടെ ഒരു ശൈലി തന്നെ വികസിച്ച് വന്നിട്ടുണ്ട്. സ്വാമി പൈസയൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് പുട്ടും കടലയും അടിച്ചു കേട്ടോ എന്ന് പറയും. അതെ, ഞാൻ പുട്ടും കടലയും കഴിക്കണേ ഇല്ല, എന്നാലും പറയുക എങ്ങനെയാണ്, ഓ ചിദാനന്ദപുര സ്വാമി പൈസയൊക്കെ വാങ്ങിക്കൊണ്ടുപോയി പുട്ടും കടലയും അടിച്ചു എന്ന് പറയും. അത്ര പോലും വ്യാപകമാണ് പുട്ടും കടലയും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 7 തലമുറ പ്രത്യേകിച്ച് ഒരാഹാര രീതി ശീലിച്ചാൽ അത് അവിടുത്തെ സഹജമാകും. അതുവരെ അത് അനാരോഗ്യകരമായ പ്രശ്നങ്ങളെ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ചിദാനന്ദപുര സ്വാമി കുഴിമന്തിക്ക് എതിരാണെന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. അത് അവിടെ നല്ലതാണ്, ഇവിടെ ഇപ്പം നല്ലതല്ല. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞാൽ നന്നാവും. കാരണം നമ്മുടെ ശരീരം അതുമായിട്ട് താതാത്മ്യപ്പെടും, തുലനപ്പെടും. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. ഈ ഇവിടെ പുട്ടും കടലയും കഴിച്ച് ശീലമുള്ള ആൾക്കാർ ഉത്തരഭാരതത്തിൽ കൊണ്ടുപോയിട്ട് പുട്ടും കടലയും കച്ചവടം ചെയ്യാം. അധികം താമസിയാതെ ഭൂരിഭാഗം പേരും രോഗികളാവും. തണുപ്പുള്ള പ്രദേശത്ത് ഏറ്റവും നല്ലതാണ് കടുകെണ്ണ. ഹിമാലയത്തിൽ ഏറ്റവും നല്ലതാണ് കടുകെണ്ണ. ഇവിടെ കടുകെണ്ണ വെച്ച് പാചകം ചെയ്ത് കഴിച്ചു നോക്കൂ, ഉറപ്പ് ഛർദിയും വയറിളക്കവും വരും. എന്നാൽ കടുകെണ്ണ ശീലമാക്കിയിട്ടുള്ളവർക്കോ ഒരു കുഴപ്പവും വരില്ല. അതുകൊണ്ട് ഒരാഹാരത്തെയും നിന്ദിക്കാനൊന്നും പോകരുത്. അതൊക്കെ നമ്മുടെ ശീലത്തിനനുസരിച്ചിട്ടുള്ളതാണ്. ഇതാണ് പറയാനുള്ളത്.